പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. മോർണിംഗ് ഷോ തുടരുന്നു. ഡൽഹിയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ പൊടിക്കാറ്റ് 2 പേർ മരിച്ചു കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതാണ്. 23 പേർക്കാണ് പരിക്കേറ്റത്. നിരവധി കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായെന്ന് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ടെലിഫോണിൽ നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. എസ് കെ, ഇന്നലെ രാത്രി 9:30-ക്കും അതോടൊപ്പം തന്നെ 11:30-ക്കും ഇടയിലാണ് അതിശക്തമായ പൊടിക്കാറ്റ് ഡൽഹിയിൽ ഉണ്ടായത്. ഡൽഹി കൂടാതെ ഡൽഹിയിലെ NCR മേഖലയിലടക്കം ഇത്തരത്തിൽ പൊടിക്കാറ്റ് ഉണ്ടായിരുന്നു. പൊടിക്കാറ്റിനെ തുടർന്ന് വലിയ രീതിയിൽ തന്നെ നാശനഷ്ടം ഡൽഹിയിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 23 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 17 പേർക്ക് പരിക്കേറ്റത് പല കെട്ടിടങ്ങളും തകർന്നതിനെ തുടർന്നാണ്. അതോടൊപ്പം തന്നെ മരങ്ങൾ കടപുഴകിയെ തുടർന്ന് 6 പേർക്കും പരിക്കേറ്റു. അങ്ങനെ 23 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്ന കാര്യം. ഏതാണ്ട് 30ഓളം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി ഫോൺ കോളുകളാണ് ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് അറിയിച്ചുകൊണ്ട് പോലീസിനും അതോടൊപ്പം തന്നെ മറ്റ് അധികൃതർക്കും ഇന്നലെ ലഭിച്ചത്. എന്തായാലും ഇന്നും ഇത്തരത്തിൽ പൊടിക്കാറ്റ് ഉണ്ടാകുമെന്ന ഒരു ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിശക്തമായ പൊടിക്കാറ്റ് ഏതാണ്ട് 70 ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിക്കാണ് ഇത്തരം ഒരു അതിശക്തമായ പൊടിക്കാറ്റ് ഉണ്ടായത്. ഇന്നും ഇത്തരത്തിൽ 63 കിലോമീറ്റർ വേഗതയിൽ പൊടിക്കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെയും സമാനമായി തന്നെ ഇത്തരത്തിൽ അതിശക്തമായ കാറ്റ് ഏതാണ്ട് ഡൽഹിയിലെ NCR, നോയിഡ അടക്കമുള്ള മേഖലകളിലും അനുഭവപ്പെട്ടിരുന്നു. എസ് കെ. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.